ഹായ് ഓൾ, ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം ഇന്ന് നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സഞ്ജു സാംസൺ ഇടം പിടിക്കുകയോ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. സൂര്യകുമാർ യാദവിൻ്റെ പ്രസ് കോൺഫറൻസിൽ ഇന്നലെ സൂര്യകുമാർ യാദവ് പറഞ്ഞത് കഴിഞ്ഞ മത്സരത്തിൽ മത്സരിച്ച അതേ പ്ലേയിങ് 11 തന്നെയാവും ഈ മത്സരത്തിലും കളിക്കാൻ ഇറങ്ങുക എന്ന കാര്യമാണ്. അഭിഷേകിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സൂര്യ പറഞ്ഞത് അഭിഷേക് ഇപ്പോൾ ഫോം ഔട്ടല്ല, അഭിഷേക് വീണ്ടും തിരിച്ചു വരും. അഭിഷേകിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവർ ചിന്തിക്കേണ്ടത് അഭിഷേകിനെതിരെ കളിക്കുന്ന ടീം എന്താണ് ചിന്തിക്കുക, അവരായിരിക്കും ആശങ്കയിൽ എന്ന രീതിയിലാണ് സൂര്യകുമാർ യാദവ് ഇന്നലെ പറഞ്ഞത്. അതുകൂടാതെ തന്നെ തിലക് വർമ്മയുടെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് തിലക് വർമ്മ നല്ലൊരു പ്ലെയറാണ്, എങ്ങനെ തിലക് വർമ്മയെ പിന്നെ പുറത്തിരുത്താൻ കഴിയുമോ എന്നാണ് സൂര്യകുമാർ യാദവ് ചോദിച്ചത്. അതിനർത്ഥം പ്ലേയിങ് 11-ൽ മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ നെറ്റ്സിൽ ദീർഘനേരം പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ജു സാംസണിന് ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം സൂര്യകുമാർ യാദവ് പറഞ്ഞത് തന്നെ ആകുമോ അതോ മറിച്ച് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ തീർപ്പാവേണ്ടതുണ്ട്. അത് എന്തായാലും നമുക്ക് ഒരു മലയാളി ആരാധകർക്ക് ഒരു ശുഭപ്രതീക്ഷ എന്ന പോലെ സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നിര നോക്കുകയാണെങ്കിൽ ആദ്യ 3-4 ബാറ്റർ കൂടുതലും ഇടം കയ്യന്മാർ ഉള്ളൊരു ബാറ്റ്സ്മാൻ നിരയാണുള്ളത്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ ആദ്യത്തെ ഇഷാൻ കിഷാൻ ഒഴികെ മറ്റ് താരങ്ങൾ, അതായത് തിലക്, സൂര്യ, അഭിഷേക് എന്നിവർക്കാർക്കും തന്നെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സൂര്യയുടെ USA-ക്കെതിരെയുള്ള മാച്ച് ഒഴികെ ബാക്കിയുള്ള മാച്ചുകളിൽ നിന്നും ക്ലച്ച് പിടിക്കാൻ സൂര്യക്കും അങ്ങോട്ടായില്ല. റൺ റേറ്റ് വളരെ കുറവാണ്. പിന്നെ ഇറങ്ങുന്ന ദുബൈയും റിങ്കു സിംഗ് ഒക്കെയാണ് അടിച്ച് നല്ലൊരു റൺസിലെത്തിക്കുന്നത്. ഇത് എല്ലാ തവണയും ഇത് ആവർത്തിക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യക്ക് ഒരു വലംകയ്യർ ബാറ്റ്സ്മാനെ ആവശ്യമുള്ള ഒരു ഘട്ടമാണിത്. ഇപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ സഞ്ജു മാത്രമാണ് ഇപ്പോൾ ഒരു ഓപ്ഷനായിട്ടുള്ളത്. നേരത്തെ ശ്രേയസ് അയ്യരെ ടീമിൽ മുന്നേ എടുത്തിരുന്നെങ്കിലും പിന്നെ അദ്ദേഹത്തെ തള്ളിയിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള സഞ്ജുവെ പരീക്ഷിക്കുന്നതായിരിക്കും ഇന്ത്യൻ മാനേജ്മെൻറ്റിന് നല്ലത്. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിന് നല്ല ഒരു റെക്കോർഡുള്ള പ്ലെയർ കൂടിയാണ്. സഞ്ജു ഡർബനിലും ജോഹന്നാസ്ബർഗിലും സഞ്ജു സെഞ്ചുറി അടിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ പോയി. അപ്പോൾ തീർച്ചയായും സഞ്ജുവിന് ചാൻസ് നൽകേണ്ടത് അനിവാര്യമാണ്.